ആലങ്ങാട് സ്വദേശിയായ അഭിജിത്തിന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. ആലുവ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ അഭിജിത്തിന്റെ മാതാപിതാക്കളും പങ്കുചേർന്നു. ഏപ്രിൽ 16-നാണ് അഭിജിത്ത് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 16-ാം തീയതിയാണ് ആലങ്ങാട് തിരുവാലൂർ സ്വദേശിയായ അഭിജിത്ത് ആത്മഹത്യ ചെയ്തത്. അഭിജിത്ത് മരണപ്പെട്ട് 1 മാസത്തിനു ശേഷമാണ് FIR പോലും പോലീസ് രജിസ്റ്റർ ചെയ്തത്. അഭിജിത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മരണപ്പെട്ട് 3 മാസമായിട്ടും ഒരു പ്രതിയെ പോലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെയും ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെയും ആഭിമുഖ്യത്തിൽ ആലുവ SP ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. അഭിജിത്തിന്റെ മാതാപിതാക്കളും മാർച്ചിൽ പങ്കെടുത്തു. ജനകീയ മാർച്ചിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് KH സദക്കത്ത്, ഫ്രറ്റേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി മുഫീദ് കൊച്ചി, വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ എടയാർ എന്നിവർ സംസാരിച്ചു. കൃത്യമായിട്ട് 8 പ്രതികളെയും അടയാളപ്പെടുത്താൻ കഴിയും. പക്ഷെ അത് ചെയ്യുവാനായിട്ട്, അവർ അറസ്റ്റ് ചെയ്യുവാനായിട്ട്, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനായിട്ട് പോലീസ് തയ്യാറാകുന്നില്ല. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫ്രറ്റേണിറ്റിയുടെയും പാർട്ടിയുടെയും മാതാപിതാക്കളുടെയും നിരന്തരമായിട്ടുള്ള സമരത്തിന്റെ ഫലമായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തു FIR. പക്ഷേ അതിലെ പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ടുള്ള ഒളിച്ചുകളിയാണ് നടത്തിക്കൊടുക്കുന്നത്. ഫ്രറ്റേണിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സൈഫുൽ അദൽ, ജില്ലാ സെക്രട്ടറി ഫസീല, സെക്രട്ടേറിയറ്റ് അംഗം അസ്ലം, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി MK ജമാലുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുനീറ, ജാസ്മിൻ സിയാദ്, ആലുവ മണ്ഡലം പ്രസിഡന്റ് റിയാദ് മുഹമ്മദ്, കളമശ്ശേരി മണ്ഡലം സെക്രട്ടറി സലാഹുദ്ദീൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, reopening shortly. Nakshatra Gold and Diamonds.